പാലിയേക്കരയിൽ ടോൾ പിരിക്കേണ്ടെന്ന് സുപ്രീം കോടതിയും. ടോൾ തടഞ്ഞതിനെതിരായ ദേശീയപാത അതോറിറ്റിയുടെ അപ്പീൽ തള്ളി. യാത്രക്കാരുടെ ദുരവസ്ഥയിലാണ് ആശങ്കയെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടില്ലെന്നും കോടതി പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ്, ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ അടങ്ങുന്ന ബെഞ്ചാണ് അപ്പീൽ തള്ളിയത്. ധനസുമോദ വിവരങ്ങൾ നൽകും. സുമോദ, സുപ്രീം കോടതിയും ദേശീയപാത അതോറിറ്റിക്കെതിരെയാണ് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ടോൾ പിരിക്കേണ്ട എന്ന കർശന നിർദ്ദേശം തന്നെയാണോ കോടതി നൽകിയിരിക്കുന്നത്? ഇപ്പോൾ റോഡ് അറ്റകുറ്റപ്പണികൾ തീർത്ത് ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി 4 ആഴ്ചയോളം വേണ്ടിവരും എന്നുള്ള കാര്യമാണ് നേരത്തെ ഹൈക്കോടതിയിൽ ദേശീയപാത അതോറിറ്റി അറിയിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ 4 ആഴ്ചത്തേക്ക് ടോൾ പിരിക്കേണ്ട എന്ന നിലപാടെടുത്തത്. ഈ നിലപാടിനെതിരെയാണ് ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയിലെത്തിയത്. സുപ്രീം കോടതിയിൽ ഈ പരിഗണിച്ച 2 ജഡ്ജിമാരും ഈ ദേശീയപാതയിലൂടെ സഞ്ചരിച്ചതും അതിന്റെ ബുദ്ധിമുട്ട് ഏറ്റുവാങ്ങിയവരുമായിരുന്നു. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചു കഴിഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ ഇക്കാര്യങ്ങൾ കൃത്യമായി സൂചിപ്പിച്ചിരുന്നു. താൻ അവിടെ കൂടി കടന്നുപോയതാണ്, തനിക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം. 1 മണിക്കൂർ പിന്നിടേണ്ട ദൂരം 12 മണിക്കൂർ എടുത്താലും ദേശീയപാത ഈ മണ്ണൂത്തി ഇടപ്പള്ളി പാതയിലൂടെ പോകാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ വാദങ്ങൾ ഇരുഭാഗങ്ങളുടെയും പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വിധി ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഒരിക്കലും ഇടപെടുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ദേശീയപാത അതോറിറ്റിയുടെ അപ്പീൽ തള്ളിക്കൊണ്ട് നിർണായകമായിട്ടുള്ള നിരീക്ഷണം കൂടി ഈ വിധി പകർപ്പിലുണ്ട്. പൗരന്മാരുടെ ദുരവസ്ഥയിലാണ് ആശങ്കയെന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറയുന്നു. ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ മേൽനോട്ടം ഇനിയും തുടരണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ പാലിയേക്കരയിൽ ഇനി ഈ ഹൈക്കോടതി ഇനി റോഡ് ഗതാഗത യോഗ്യമായ ശേഷം യാത്രക്കാർക്ക് സുഗമമായ രീതിയിൽ യാത്ര ചെയ്യാൻ ഒരു സാഹചര്യം ഒരുങ്ങിയ ശേഷം മാത്രമേ ടോൾ പിരിക്കേണ്ടതുള്ളൂ എന്ന നിർദ്ദേശം കൂടി ഉണ്ടോ അതിൽ? ഇതിപ്പോൾ ഹൈക്കോടതിയുടെ വിധി എന്താണോ ആ ഹൈക്കോടതിയുടെ വിധി അപ്പീൽ തള്ളിയിരിക്കുകയാണ്. ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീർപ്പ് കൽപ്പിക്കേണ്ടത്. കാര്യം ഹൈക്കോടതിയുടെ ഈ വിധിയിൽ ഇടപെടേണ്ടതില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് മാത്രമാണ് ഇപ്പോൾ ഇവിടുന്ന് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ദേശീയപാത അതോറിറ്റി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് മുരിങ്ങൂർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഒരു 4 ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം നടക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ മഴക്കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമാന്തര റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുന്നത്. അതിന് 1 മാസം വേണ്ടി വരും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 ആഴ്ചത്തേക്ക് ടോൾ എങ്കിൽ പിരിക്കേണ്ട എന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ 4 ആഴ്ച കഴിഞ്ഞിട്ടും ടോൾ പിരിക്കാൻ ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. റോഡ് വീണ്ടും മോശം സ്ഥിതിയിൽ തന്നെയാണ് തുടരണമെങ്കിൽ സുപ്രീം കോടതി ഹൈക്കോടതിയിൽ വീണ്ടും ഹർജിക്കാർക്ക് സമീപിക്കാം എന്നുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്.